ഒരു പ്രമുഖ പത്രം ഇന്നലെ ഉണ്ടായിട്ടുള്ള ദുരന്ത പ്രദേശം സന്ദർശിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം കൊടുത്തത് അകത്തൊരു പേജിനകത്ത് ഒരു സിംഗിൾ കോളം. എത്ര പക്ഷപാതിത്വരമാണ് ആ കാര്യങ്ങൾ നോക്കുക. നമസ്കാരം. താടി വെക്കാൻ ആശിച്ചോരെ താടി കണ്ടോ താടി, താടി വെച്ച് നടക്കുന്നോരി ഭൂമിയിലുണ്ടൊരു കോടി, താടി അങ്ങനെ 100 തരത്തിൽ മാനവരിൽ വേരോടി, താടി ആദ്യം വെച്ചവനാര് നമുക്ക് പോകാം തേടി. 3 താടിക്കാർ ഒന്നിച്ചിരുന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് ഈ താടി മാഹാത്മ്യ പാട്ട് ചൊല്ലിപ്പോയത്. ധർമ്മനീതികൾ താടി വളർത്തി തപസിരിക്കുന്നു എന്നതുപോലെ മാർക്സിസത്തിലെ ദയാനിധിമാരന്മാരും ധർമ്മപുത്രരുടെ സന്താനങ്ങളുമായ 3 താടിക്കാരിതാ ഒന്നിച്ചു വന്ന് വാർത്താ സമ്മേളനം നടത്തി ദുഃഖാർത്തരാകുന്നു. പിണറായി വിജയനും ഗോവിന്ദനും MP ജയരാജനും കൂടി മുണ്ടും മടക്കി കുത്തി ചള്ളവെള്ളത്തിലിറങ്ങി വയനാട് സന്ദർശിച്ചതിൻ്റെ പടം മനോരമ കൊടുത്തതിൽ സ്റ്റാമ്പ് സൈസിലായിപ്പോയി. അതും ഉൾപേജിൽ. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ മുത്തശ്ശിപത്രം അപമാനിച്ചേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമയ്ക്കെതിരെ ഇവർ ആഞ്ഞടിക്കുന്നത്. ഇദ്ദേഹമൊക്കെ കരുതിയത് പിണറായി വിജയൻ മുണ്ടുമടക്കി കുത്തിയാൽ അതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും ആ പടമെടുത്ത് 1-ാം പേജിൽ കൊടുത്തിട്ട് മുണ്ട് മടക്കി കുത്താനും അറിയാം, ചെളിയിലിറങ്ങാനും അറിയാമെന്ന ക്യാപ്ഷനിൽ ഒരു ഫുൾ പേജ് വാർത്ത മനോരമ കൊടുക്കുമെന്നാണ്. ലൂസിഫർ സിനിമയിലെ ജിതിൻ രാംദാസ് പറയുന്നത് പോലെ ഒരു ഹോട്ട് ഡയലോഗാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ഒരു കാര്യം മാത്രം പിണറായി വിജയനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. നല്ലതുപോലെ മലയാളം പറയാനും അറിയാം, വേണമെങ്കിൽ 2 തെറി പറയാനും അറിയാം. എന്തു ചെയ്യാം, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യത്തെ സാഹസിക യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് വയനാട്ടിൽ പോയത്. അതൊരു സംഭവമാക്കി എടുക്കാനായിരുന്നു CPMൻ്റെ ശ്രമം. ഒരർത്ഥത്തിൽ പിണറായി വിജയന് മുണ്ട് മടക്കി കുത്താൻ പോലും അറിയില്ല എന്ന് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടു. ആദ്യം ഗോവിന്ദൻ എങ്ങനെ മുണ്ട് മടക്കി കുത്തണമെന്ന് ഒരു ഡെമോ കാണിച്ചു കൊടുത്തു. പക്ഷേ അതെങ്ങനെയാണെന്ന് പിണറായിക്ക് മനസ്സിലായില്ല. വീണ്ടും MP ജയരാജൻ മറ്റൊരു ഡെമോ കാണിച്ചു. ഇത് രണ്ടും കണ്ടിട്ടും തന്നെക്കൊണ്ട് ഈ പരിപാടിക്ക് കൊള്ളില്ല എന്നറിയാവുന്ന പിണറായി വിജയൻ മുണ്ട് മടക്കി കുത്തുന്നതിന് പകരം മടക്കി കെട്ടിവയ്ക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചെളിവെള്ളത്തിലൂടെ നടക്കുന്നതിനൊരു ക്ലോസപ്പ് ഷോട്ട്. ആദ്യമായി കേരള ജനതയ്ക്ക് മുമ്പിൽ വെളിവായ ആ കാലുകൾ കണ്ട് നമ്മൾ ഞെട്ടി. അടിയന്തരാവസ്ഥക്കാലത്ത് വടക്കൻ ചൊവ്വയായി അവതരിച്ച ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൻ്റെ തിരുശേഷിപ്പായി പോലീസ് ബയണറ്റിട്ട് അടിച്ചു പൊട്ടിച്ച പാടാണത്രേ അത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൻ്റെ പാട് ഇപ്പോഴും കാലിൽ കൊണ്ടു നടക്കണമെങ്കിൽ അതെന്തൊരു ക്രൂരമായ അടിയായിരുന്നു. 82 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ കാലിൽ രക്തപാതത്തിൻ്റെ ഫലമായി ഉണ്ടായ നീർക്കെട്ടും കറുപ്പുമല്ലേ സത്യത്തിലത്. അതിന് ലാത്തി ചാർജിൻ്റെ ഭീകര ദൃശ്യമായി വ്യാഖ്യാനിച്ച് ഊറ്റം കൊള്ളുന്ന കമ്മികളുടെ അവസ്ഥയാണ് ദുരവസ്ഥ. ഈ രംഗം കാണുമ്പോഴാണ് മറ്റൊന്ന് ഓർമ്മ വരുന്നത്. ഒരിക്കലൊരു മാധ്യമ പ്രവർത്തകന് മുമ്പിൽ തൻ്റെ കാൽപാദങ്ങൾ പൊക്കി വെച്ച് ഒരടയാളം കാണിച്ചു കൊടുക്കുന്നുണ്ട് VS അച്യുതാനന്ദൻ. അടിയന്തരാവസ്ഥക്കാലത്ത് തനിക്ക് പോലീസിൽ നിന്നുമേറ്റ കൊടിയ മർദ്ദനത്തിൻ്റെ അടയാളമായിരുന്നു അദ്ദേഹം കാണിച്ചു കൊടുത്തത്. എന്നാൽ ഇതിനെ പരിഹസിച്ചുകൊണ്ട് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാലിൽ ആണി കൊണ്ടതൊന്നുമല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി ഒരാൾ നടത്തുന്ന ത്യാഗം എന്നായിരുന്നു. എന്തൊരു പരിഹാസമായിരുന്നു അത്. ഇപ്പോൾ കമ്മി പ്രൊഫൈലുകളിൽ കൂടുതലായും തെളിഞ്ഞു വരുന്നത് പിണറായി വിജയൻ്റെ കാൽപാദങ്ങളിലെയും കാലിലെയും കറുപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ തൊലിപ്പുറത്തെ ചികിത്സകളിലൂടെ മാത്രമാണ് ഈ പ്രസ്ഥാനം ഇപ്പോഴും കഞ്ഞി കുടിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് കൈരളി ചാനൽ ഇത് ഫുൾ ടൈം ലൈവായി കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ദേശാഭിമാനി 1-ാം പേജിൽ കലണ്ടർ സൈസ് ഫോട്ടോ കൊടുക്കാതിരുന്നത്? മരമുറിക്കാരനും ബിഗ് TVയും പോലും ഏതാനും മിനിറ്റുകളിൽ പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം ഒതുക്കിക്കളഞ്ഞു. അത്രയ്ക്ക് കഴമ്പില്ലാത്തതും കഴകത്തില്ലാത്തതുമായിരുന്നു പിണറായി വിജയൻ്റെ പ്രസ് മീറ്റ്. മാത്രവുമല്ല, ഒരു മനുഷ്യൻ കീറക്കടലാസ് നോക്കി തട്ടിമുട്ടി പറയുന്നതിന് വേണ്ടി വിലപ്പെട്ട എയർ ടൈം വെറുതെ കളയാൻ ചാനലുകൾക്കില്ല. മനോരമ ചെറിയ പടമാണ് കൊടുത്തത് എന്ന പരാതി ഒന്നും വേണ്ട. ED സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ വലിയ രീതിയിൽ പടം കൊടുക്കും. മകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ പടവും ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. ശിവൻകുട്ടി മാമനുമുണ്ട് പരാതി. ഭരണം പോയതിനു ശേഷം പരാതി ഒഴിയാത്ത ഒരൊറ്റ ദിവസങ്ങളില്ല. ഇത്തരം അവഗണനകളെല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളോട് വഴക്ക് കൂടാനൊന്നും ഞങ്ങൾ വരുന്നില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ സങ്കടം പറഞ്ഞു. ഞങ്ങളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാൻ നിങ്ങളോട് വഴക്കൂടാനൊന്നും വരുന്നില്ല. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു. മുൻ ലേബർ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തി. കേരളത്തിലെയും വലിയ മുത്തശ്ശി പത്രം എന്നൊക്കെ പറഞ്ഞ ഒരു പത്രം ഒരു വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. 800 തൊഴിലാളികളെ പുതിയ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് പിരിച്ചുവിട്ടു.
ഞാൻ അതുമായി ബന്ധപ്പെട്ട് മുൻ ലേബർ മന്ത്രി എന്ന തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി. കേരളത്തിലെ വലിയ മുത്തശ്ശി പത്രമെന്ന് പറയുന്ന പത്രം ഒരു വാക്കുപോലും അതേപ്പറ്റി കൊടുത്തിട്ടില്ല. ശിവൻകുട്ടിയുടെ കണ്ണീരെല്ലാം ആ താടി വലിച്ചെടുത്തു. കുട്ടിമാമൻ്റെയൊക്കെ വാർത്താ സമ്മേളനം സംപ്രേഷണം ചെയ്യാൻ തക്ക ക്ഷമയൊന്നും ചാനലുകൾക്ക് ഇല്ലാതായിരിക്കുന്നു. 2 വാക്ക് പറഞ്ഞൊപ്പിക്കണമെങ്കിൽ 10 മിനിറ്റ് എടുക്കും. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബൂർഷ്വാ പത്രങ്ങളുടെ കടുത്ത അവഗണനയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗോവിന്ദൻ മുൻപ് പറഞ്ഞത് കൈരളിയില്ലായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു, ദേശാഭിമാനി പത്രമില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യുമായിരുന്നു എന്നാണ്. പക്ഷേ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്നും പാർട്ടി പത്രവും പോയ മട്ടാണ്. പാർട്ടിയും പിണറായിയും ഗോവിന്ദനും പറയുന്നതല്ല ഇപ്പോൾ ദേശാഭിമാനിയിൽ അച്ചടിച്ചു വരുന്നത്. എന്തായിരുന്നു പുകൽ തെരഞ്ഞെടുപ്പിന് മുമ്പ്? സകല ചാനലുകൾക്കും കാശ് അങ്ങോട്ട് കൊടുത്ത് പ്രീപോൾ സർവേ നടത്തി 110 സീറ്റ് ഉറപ്പിച്ചവരാണ് ഈ പുള്ളികൾ. വാർത്താ സമ്മേളനത്തിന് വന്ന് നിരന്നിരിക്കുന്ന ഈ 3 താടി മഹാത്മ്യങ്ങളോടും ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. 220 കോടി ഖജനാവിൽ നിന്നും മുടക്കിയല്ലേ പിണറായി വിജയൻ്റെ തലയുടെ പ്രദർശനം കേരളമാകെ നിങ്ങൾ നടത്തിയത്? എന്നിട്ടും 99 നിന്നും 35 കുറഞ്ഞതേ ഉള്ളൂ. പിണറായി വിജയൻ്റെ തല കാണിച്ചിട്ട് ജനം അംഗീകരിച്ചില്ല, പിന്നല്ലേ മുണ്ടുപൊക്കി നടക്കുന്ന സീൻ കാണിക്കുന്നത്. താടി വെച്ചതും ക്ലീൻ ഷേവ് ചെയ്തതുമായ സകല സഖാക്കളും നട്ടപ്രാന്ത് പിടിച്ചതുപോലെ വിലപിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്തായാലും വാർത്താ സമ്മേളനത്തിൽ നടുക്കിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ചിത്രം മനോരമയിൽ 1-ാം പേജിൽ വരാനുള്ള സകല സാധ്യതകളും തെളിയുന്നുണ്ട്. എത്രയൊക്കെ ബൂർഷ്വാ പത്രമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാലും, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പരംപിതാക്കളെ വരെ തെറി വിളിച്ചാലും മനോരമയിൽ നന്നായി പടം അച്ചടിച്ച് വന്നില്ലെങ്കിൽ സഖാക്കൾക്ക് സങ്കടമാണ്. പിണറായി വിജയൻ പാർട്ടിയിലും നാട്ടിലും കാശിന് 16 ആയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോഴീ കണ്ടുവരുന്നതെല്ലാം. ഗരുഡനായി ആകാശത്തുകൂടി പറന്ന മനുഷ്യനാണ്, കൊടുങ്കാറ്റിൽ പാഞ്ഞ കുതിരയാണ്. ഇപ്പോൾ ദേ ഒറ്റക്കാലം കുതിരയെപ്പോലെ ഞൊണ്ടി നടക്കുന്നു. വിതച്ചവൻ കൊയ്യുമെന്നത് ഏറ്റവും ലളിതമായ ഒരു തത്വചിന്തയാകുന്നു.